ബാംഗ്ലൂരിലൊക്കെ ഇതിനെ പഠിപ്പിക്കാനിരുന്ന് ആകെ നൊസ്റ്റു അടിച്ച് നാട്ടിൽ വന്നപ്പോൾ കടകൾ മുഴുവൻ തപ്പി നടന്നു. എനിക്ക് കിട്ടാത്തൊരു ഐറ്റം ഉണ്ട് കേട്ടോ, നമ്മുടെ പണ്ടത്തെ തടി സ്ലേറ്റ്. അതൊരെണ്ണം കിട്ടിയാൽ വാങ്ങിച്ചു വെക്കണം ഓർമ്മയ്ക്കായി. പക്ഷേ എന്താണെങ്കിലും അച്ഛൻ ഇത് ഒപ്പിച്ചു, കാരണം ഇതിപ്പോൾ അവൈലബിൾ ആണല്ലോ. എന്താണെങ്കിലും അങ്ങനത്തെ കേതിന് ആദ്യമായിട്ട് കേതിൻ്റെ സ്ലേറ്റും പെൻസിലും കിട്ടിയ കേതിൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. കേതിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് കേട്ടോ, എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്തോളാൻ പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം തന്നെ ഇതാ വാലുള്ളൊരു പശുവിനെ അവനങ്ങ് വരച്ചു. അവനെയും കുറ്റം പറയാൻ പാടില്ല. എനിക്കും സ്ലേറ്റിൽ സ്ഥിരം ഇങ്ങനെ പടം വരെയായിരുന്നു. അവൻ സ്ലേറ്റൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി അച്ഛനും അമ്മയും വന്നിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കുട്ടിക്കാലം വല്ലാതെ അങ്ങ് മിസ് ചെയ്തു. തടി സ്ലേറ്റൊക്കെ പൊട്ടിയിട്ട് ആ പൊട്ടിയ മുറിയിൽ വരെ എഴുതിയൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ദാരിദ്ര്യം ആയതുകൊണ്ടായിരുന്നില്ല, വല്ലപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കാറുണ്ട്. പിന്നെ അത് വാങ്ങിത്തരുവാൻ വേണം, അതുകൊണ്ട് അമ്മയുടെ നല്ല അടി കിട്ടും. അന്ന് എനിക്ക് ആദ്യമായിട്ട് പൊട്ടാതിരിക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സ് ഒക്കെ വെച്ച് വെറൈറ്റി ആയിട്ടുള്ള അബാക്കസ് മോഡലുള്ള ഒരു സ്ലേറ്റ് ഇതാ ഇതുപോലത്തത് വാങ്ങിച്ചു തന്നത് എൻ്റെ ബാവുമാമനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നും ഓർക്കുന്നു, ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പ് ഞാൻ ജാട എടുത്ത് സ്ലേറ്റിലിരുന്ന് എഴുതിയത്. കാരണം ആ ഒരു സ്ലേറ്റ് എനിക്ക് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. സ്ലേറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതാ നമ്മുടെ മഷിത്തണ്ടിനെ മറന്നൊരു കളിയുണ്ടോ, മഷിത്തണ്ട് വെച്ച് എത്രയോ നാളുകൾ നമ്മളിതാ ഇങ്ങനെ സ്ലേറ്റ് വൃത്തിയാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലേ. ഭാഗം നിറയെ ഇതാ മഷിത്തണ്ടും പറിച്ചുകൊണ്ട് പോയിരുന്ന കാലം. ഇന്ന് അതൊക്കെ ഒരു ഓർമ്മയാണ്. ഇനിയിപ്പോൾ സ്ലേറ്റ് കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് എഴുതിയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ തിരിച്ചറിയുന്നൊന്നുണ്ട്, ബാല്യമേ നിന്നോളം മനോഹരമായി മറ്റൊന്നുമില്ല.